വചനമൊഴി ഫെബ്രുവരി 14. വചനഭാഗം വെളിപാട് 7:11-17, യോഹന്നാന്റെ സുവിശേഷം 7:32-39. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് സുവിശേഷത്തിൽ നാം ശ്രവിക്കുന്നത് തിരുനാളിന്റെ അവസാന മഹാദിനത്തിൽ ഈശോ എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൽ വരട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ പാനം ചെയ്യുകയും ചെയ്യട്ടെ. അവന്റെ ഹൃദയത്തിൽ നിന്ന് ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഈശോ പറഞ്ഞത് അവിടുന്ന് വിശ്വസിക്കുന്നവർ സ്വീകരിക്കാനിരിക്കുന്ന പരിശുദ്ധാരൂപിയെ കുറിച്ചാണെന്ന് സുവിശേഷകൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇന്നത്തെ തിരുവചനത്തിൽ നാം ധ്യാനിക്കുന്നത് ദാഹത്തെക്കുറിച്ചും ഈശോയുടെ സന്നിധിയിലുള്ള അതിന്റെ പൂർണ്ണതയെക്കുറിച്ചുമാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ ആഴത്തിലുള്ള ദാഹമുണ്ട്. സമാധാനത്തിനുള്ള ദാഹം, സ്നേഹത്തിനുള്ള ദാഹം, സമൃദ്ധിക്കുള്ള ദാഹം. ഇതിനെല്ലാം ഉത്തരം ഈശോ മിശിഹ തന്നെയാണെന്ന തിരുവചനം പറയുന്നത്. ഈശോയിൽ വിശ്വസിക്കുന്നവർ, ഈശോയെ സ്വീകരിക്കുന്നവർ പരിശുദ്ധാരൂപിയുടെ കൃപ സ്വീകരിക്കുകയും അവരിൽ നിന്ന് പരിശുദ്ധാരൂപിയുടെ കൃപ മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുമെന്ന് തിരുവചനം പറയുന്നു. വെളിപാട് പുസ്തകത്തിൽ നിന്നും നാം ശ്രവിക്കുന്നതും ദൈവസിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്ന വിശുദ്ധരുടെ മഹാസമൂഹത്തെക്കുറിച്ചാണ്. അവർ പീഡനങ്ങളുടെ മധ്യത്തിലൂടെ വന്നവരാണ്, എന്നാൽ ഇപ്പോൾ ദൈവസന്നിധിയിൽ ആനന്ദിക്കുന്നു. അവരെക്കുറിച്ച് വചനം പറയുന്നു, അവർ ഇനി വിശന്നും ദാഹിച്ചും ഇരിക്കുകയില്ല. സിംഹാസനത്തിലുള്ള നടുവിലുള്ള കുഞ്ഞാട് അവരെ ജീവജലത്തിന്റെ ഉറവിടങ്ങളിലേക്ക് നയിക്കുന്നുവെന്ന്. ഈശോ മിശിഹായിൽ നൽകപ്പെടുന്ന ജീവജലം നിത്യതയിലേക്ക് നയിക്കുന്നതാണ്, നിത്യജീവന്റെ ഉറവിടമാണ്. മിശിഹായിൽ നിന്ന് പാനം ചെയ്യുവാനും മിശിഹായോടൊത്ത് ജീവിക്കുവാനും മിശിഹായിൽ വിശ്വസിക്കുവാനും അവിടുത്തെ പക്കൽ നിന്ന് ജീവജലം പാനം ചെയ്യുവാനും ജീവജലത്തിന്റെ ഉറവിടമായ മിശിഹായിൽ നിന്ന് ജീവജലം സ്വീകരിക്കുവാനും ആ ജീവജലത്തിന്റെ കൃപയ്ക്കനുസരിച്ച് ജീവിച്ച് നമ്മിലൂടെ ജീവജലം, ദൈവകൃപ മറ്റുള്ളവരിലേക്ക് നൽകുന്നതിനുള്ള ഉപകരണങ്ങളായി വർത്തിക്കുവാനും നമുക്ക് സാധിക്കണമെന്ന് തിരുവചനം ഓർമ്മപ്പെടുത്തുന്നു. ദൈവാരൂപിയുടെ കൃപ സ്വീകരിക്കുന്ന നമുക്ക് നമ്മുടെ പ്രവൃത്തികളിലൂടെ മറ്റുള്ളവർക്കും ദൈവകൃപയിൽ ചേർന്ന് നിൽക്കുന്നതിനും പങ്കാളികളാകുന്നതിനുമുള്ള ഉപകരണങ്ങളായി വർത്തിക്കുവാൻ പരിശ്രമിക്കാം. മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.